പരിപ്പ് വടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുവരപ്പരിപ്പ് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി കഴുകി എടുത്തതാണ്. പിന്നെ ഇത് വറുക്കാൻ ആവശ്യമായ എണ്ണ, കായപ്പൊടി, മുളക് പൊടി, ചതച്ച മുളക്, ഉപ്പ്, ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ ഇത് പെരിഞ്ജീരകം. പിന്നെ കുറച്ച് പരിപ്പ് മാറ്റി വെക്കണം. നമുക്ക് ബാക്കി അരച്ചിട്ട് ഇത് അവസാനം മുഴുവനായി അങ്ങനെ തന്നെ ചേർക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാദ്യം അരച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് തരിതരിപ്പായി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചത്. ഇനി മുഴുവനായി എടുത്തു വച്ചിരുന്ന ആ പരിപ്പ് കൂടെ ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ക്രഷ്ഡ് ചില്ലി, മുളക് പൊടി, കായപ്പൊടി, പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. അതിൽ കൂടെ നമുക്ക് ചേർത്ത് ഈ മാവ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പരിപ്പ് അരച്ചതും ഈ സ്പൈസസൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്തെടുത്ത മാവ് ഉരുളകളാക്കി വയ്ക്കാം. അത് വറുക്കാൻ സമയം നമുക്ക് പരത്തി എടുത്താൽ മതി. ഇതിപ്പോൾ ഈ മാവ് നമ്മൾ എല്ലാം ഉരുളകളാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇത് വറുക്കാൻ സമയം പരത്തി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ വട ഉണ്ടാക്കാം. അതുപോലെ ചൂടായ എണ്ണയിലേക്ക് ആ ബോളുകൾ ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം.
ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല ഒരു കിടിലൻ 4 മണി പലഹാരമാണ്. ചായക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ്. പണ്ടത്തെ ചായക്കടകളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതേ ടേസ്റ്റിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ അടുത്ത സെറ്റ് റെഡിയായി. നമുക്കിത് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു കിടിലൻ 4 മണി പലഹാരമാണ്. അത് ഈ തന്തൂരി ചായയുടെ കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.